ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എഫ്എക്സ് സൗണ്ട് എന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ നോർമലി നമ്മുടെ പി സിയിൽ നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് വിൻഡോസിലൊക്കെ സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എഫ്എക്സ് സൗണ്ട്. ഇതിൽ നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി, വോളിയം, ബാസും ഒക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതായത് വിൻഡോസിൻ്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വെബ്സൈറ്റിൻ്റെ. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ, എഫ്എക്സ് സൗണ്ട്. ഇതിൽ നമ്മൾ ഓണായി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ സെറ്റിങ്സ് ഉണ്ടാവും. ജനറൽ, മൂവി, TV, ട്രാൻസ്ക്രിപ്ഷൻ, മ്യൂസിക്, വോയിസ്, വോളിയം ബൂസ്റ്റ്, ഗെയിമിങ്, അങ്ങനെ കുറേ ഉണ്ട്. നമുക്കിതിൽ ഏതാണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതൊക്കെ കാണിക്കും, ഓപ്ഷൻസ് കാണിക്കും. സ്പീക്കേഴ്സ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കാണിക്കും. അതിലേതെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഓണാക്കിയതിന് ശേഷം ഇവിടെ ഒരു ഇത് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ബോണസ് പ്രീസെറ്റുകൾ എന്ന് പറയുന്ന സാധനം കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കൊടുക്കുമ്പം വേറൊരു ലിങ്കിലേക്ക് പോകും. അവിടെ നിന്ന് ഈ ബോണസ് പ്രീസെറ്റ് സാധനം ഡൗൺലോഡ് ചെയ്യാം. അതിനെന്ത് ചെയ്യാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്ത് ഒരു ഫയൽ ഫോൾഡറിലേക്ക് ആക്കിയതിന് ശേഷം ഇത് തുറന്നിട്ട് വീണ്ടും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇമ്പോർട്ട് പ്രീസെറ്റ് എന്ന് കൊടുത്തിട്ട് ഏതാണ് ആ ഫോൾഡർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്രീസെറ്റ് ഇവിടെ ഇൻസ്റ്റാൾ ആവും. അതായത് നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം എന്ത് ചെയ്യും, ഇത്രയും കാണുള്ളൂ. പിന്നെ 70s, 80s ഓൾട്ടർനേറ്റീവ് റോക്ക്, ഇങ്ങനെയുള്ള കുറച്ച് പ്രീസെറ്റുകളാണ് കിട്ടുക. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ കിട്ടുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ എടുക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ വൈറ്റ് ബോർഡ് എന്ന ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇതിലെ വോയിസ് നമ്മൾ കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണാക്കി ഒരു ബ്ലാങ്ക് ക്യാൻവാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് വരയ്ക്കാം. ഇത് കണ്ടോ? അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മൂവി, ഗെയിം, വോയിസ് ഏതൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ മൂവിയാണ് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രീസെറ്റുകളെല്ലാം മാറും. നമുക്ക് വേണം മാനുവലി ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നോട്ട്സ്, ഇമേജസ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി ടാസ്ക് ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷനാണിത്. നമുക്ക് ബോർഡിൽ എഴുതും പോലെ ഇത് എഴുതാൻ പറ്റും. ഒന്ന്, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്, നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ബ്രൗസർ ഏതാണോ ആ ബ്രൗസറിനകത്ത് കയറിയിട്ട് നമുക്ക് ഓൺലൈനിൽ ഇവരുടെ ഈ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഇതിനെ ചെറുതാക്കാൻ പറ്റും. ചെറുതാക്കി നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതിന് വലുതാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണും ഓഫും ആവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.